ഹേ മച്ചാ, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ ഇരിക്കും. സോ ഞാനൊരു കാര്യം പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിലുള്ള IT സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഠിച്ച 1-2 വർഷങ്ങൾ ഇത് വേസ്റ്റ് ആകുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? നിങ്ങളെ ഡിഗ്രിയിലേക്ക് അല്ലെങ്കിൽ കുട്ടികളെ ഡിഗ്രിയിലേക്കോ ബിടെക്കിലേക്കോ ഡോക്ടറാകാനോ എഞ്ചിനീയറിംഗ് അതിലേക്കൊക്കെ ഫോഴ്സ് ചെയ്ത് വിടുന്ന ചില അമ്മാവന്മാർ, അമ്മച്ചിമാർ IT കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെ അതിനോട് വെച്ച് പുലർത്തുന്ന ചില തെറ്റായ മനോഭാവങ്ങൾ, അതിനെ നിങ്ങൾ എന്നാണോ അംഗീകരിച്ചു തുടങ്ങുന്നത്, ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു നിമിഷം നിങ്ങൾ പഠിച്ച വർഷങ്ങൾ, നിങ്ങളുടെ കയ്യിലുള്ള IT സർട്ടിഫിക്കറ്റ് വേസ്റ്റ് ആണ്. നിങ്ങളും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും അറിയാതെ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ധാരണയില്ലാതെ ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ പറയുമ്പോൾ അത് അതേപടി വിഴുങ്ങാതെ ഇരിക്കുക. IT അറിയുന്ന ഒരാൾ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചോ, കുഴപ്പമില്ല. അത് പഠിച്ചത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജോലി അന്വേഷിക്കുന്നവർ അവരൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ഒന്നും അറിയാത്ത ഒരാൾ പറയുമ്പോൾ അതിനെ വിഴുങ്ങാതിരിക്കുക. സോ ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ കേരളത്തിൽ ഒരുപാട് IT-കളുണ്ട്. അതിലേതെങ്കിലും IT-കളിൽ നിന്ന് ഗവൺമെൻറ്റോ പ്രൈവറ്റോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു IT-യിൽ നിന്നാണല്ലോ നിങ്ങൾ IT പഠിച്ചതും ഒരു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിട്ടുള്ളതും. അത് NCVT, SCVT, KGC ഒക്കെ ആയിരിക്കാം. സോ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. IT-കളിൽ കാലഹരണപ്പെട്ട കോഴ്സുകൾ പഠിപ്പിക്കാറില്ല. അത് ഒഴിവാക്കും. തൽസ്ഥാനത്ത് ഏതാണോ ആവശ്യമായ ട്രേഡ് അല്ലെങ്കിൽ കോഴ്സ് അതിനെ കൊണ്ടുവരും. അതായത് നിലവിൽ ആവശ്യമില്ല എന്ന് തോന്നിയാൽ ആ ട്രേഡിനെ ഒഴിവാക്കും. അതായത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പഠിച്ച ട്രേഡ് ആവശ്യമുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് IT-കളിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് തൊഴിൽ സാധ്യത ഉള്ള ട്രേഡാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. തൊഴിൽ സാധ്യത എന്ന് പറയുമ്പോൾ പല വിധത്തിലാണ്. ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ്, തയ്യൽ എന്ന് പറയുന്ന ട്രേഡുണ്ട്, ഷേവിങ് എന്ന് പറയുന്ന ട്രേഡുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യാനുള്ള ട്രേഡുകളാണ്. നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യുകയും വരുമാനം നേടുകയും ചെയ്യാം, അല്ലേ? അതും IT പഠിച്ചാൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്ന് +2 കഴിഞ്ഞതിന് ശേഷം നിരവധി കോഴ്സസ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. ചിലതിലൊക്കെ എന്താ വെറുതെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഓരോരുത്തർ വീണ് പോവുകയാണ് ചെയ്യുക. 10 +2 ശേഷം നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് അത് ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കണം, അല്ലേ? അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ IT എടുത്തത് എന്ന് പറയുന്നത് ഒരു മഹാഭാഗ്യമാണ്. അതിനെക്കുറിച്ച് ഓർത്ത് ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. പകരം ചെയ്യേണ്ടത്, ഈ IT പഠിച്ചിട്ട് വെറുതെ ആയി എന്ന് പറയുന്ന ആ നിമിഷം നിങ്ങൾ നിരവധി ജോബ് സെർച്ചിങ് വെബ്സൈറ്റുകളുണ്ട്. ആ വെബ്സൈറ്റിൽ നിങ്ങളുടെ ട്രേഡ് സെർച്ച് ചെയ്ത് നോക്കുക, വേക്കൻസികൾ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു റെസ്യൂമെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോയിട്ടുള്ള ഏതെങ്കിലും മുതിർന്നവരുടെ അല്ലെങ്കിൽ ചേട്ടന്മാരുടെ, ചേച്ചിമാരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഒരു ബയോഡേറ്റ് അല്ലെങ്കിൽ റെസ്യൂം അല്ലെങ്കിൽ CV നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം അതിൽ നന്നായിട്ട് നിങ്ങൾ ആ വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്ന് സെർച്ച് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും കൂടുതൽ സമയം ചിലവഴിക്കുകയും ചെയ്യുക. ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. IT സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ജോലി ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ടേക്ക്. പക്ഷേ കിട്ടാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എത്രയോ ആളുകളാണ് IT ട്രേഡ് റിലേറ്റ് ചെയ്തുകൊണ്ട് IT ട്രേഡ് പഠിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലികൾ ചെയ്യുന്നുണ്ട്. മടിയാണ് കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം. അതല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യും, നമുക്കൊരു ജോലി കണ്ടെത്താവുന്നതേ ഉള്ളൂ. ടെക്നീഷ്യൻ ജോബാണ്. അപ്പോൾ അതിന് കൂടുതൽ ഇംഗ്ലീഷ് അറിയണം എന്ന നിർബന്ധമില്ല. കൂടുതൽ റെസ്യൂം പോലെ ഭയങ്കര മനോഹരമായിരിക്കണം എന്നുള്ള നിർബന്ധമില്ല. പക്ഷേ നമുക്ക് എക്സ്പീരിയൻസ് വേണം. സോ ആ ഒരു എക്സ്പീരിയൻസിന് നമ്മൾ എന്ത് ചെയ്യണം, IT കഴിഞ്ഞ ഉടനെ നമ്മൾ ജോലികൾ ചെയ്ത് തുടങ്ങുക. വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ IT സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കുറഞ്ഞ സാലറി ആണെന്നുണ്ടെങ്കിലും കുറച്ച് നാൾ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് നേടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ IT പഠിച്ചിട്ട് ജോലി ചെയ്യുന്ന ആളുകളോടൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. സോ ജോലി ഇല്ല എന്നുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കരുത്. പിന്നെ ഡിപ്ലോമ, BTech ഇതുമായിട്ട് IT-യെ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. കാരണം നിങ്ങൾ നിലവിൽ IT കഴിഞ്ഞവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഡിപ്ലോമയോ BTech-ഉമായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് IT. ഇത് ഒരു ട്രേഡ് ബേസ് ചെയ്തിട്ടുള്ള പഠനമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. ആ ട്രേഡ് ബേസ് ചെയ്തിട്ടുള്ള ജോലികളെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പം അതുകൊണ്ട് മറ്റുള്ളവയുമായിട്ട് കമ്പയർ ചെയ്യാതെ നിങ്ങൾ പഠിച്ച ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജോലികൾ നിങ്ങൾ തിരയുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കും. സോ
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ IT സംബന്ധമായ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെയും ഈ ഒരു IT കാർക്ക് വേണ്ടിയുള്ള ചാനൽ മറക്കാതിരിക്കുക. സോ താങ്ക് യു സോ മച്ച്.